ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ഉപരാഷ്ട്രപതിയുടെ രാജിയിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഉപരാഷ്ട്രപതിയുടെ രാജി പാർലമെന്റിൽ ചർച്ച ചെയ്യാനാകില്ലെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായണൻ സിംഗ് നിലപാട് സ്വീകരിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ ഇന്നും പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷ ഇന്ത്യ സഖ്യം പ്രതിഷേധിച്ചു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്നും പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കി. പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ പ്ലക്കാർഡുകൾ ഉയർത്തിയും മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധിച്ചു. തുടർന്ന് വിഷയത്തിൽ ചർച്ച വേണമെന്ന് പാർലമെന്റിനുള്ളിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടെങ്കിലും സഭാധ്യക്ഷന്മാർ അനുവദിച്ചില്ല. പ്രതിപക്ഷം നടുത്തരത്തിറങ്ങി പ്രതിഷേധം ശക്തമാക്കിയതോടെ ലോക്സഭ ചോദ്യോത്തരവേളയിലേക്ക് പോലും കടക്കാനായില്ല. 2 മണിവരെ നിർത്തിവെച്ച ലോക്സഭയിൽ ഉച്ചയ്ക്ക് ശേഷവും പ്രതിഷേധം തുറന്നോടെ ഇന്നത്തേക്ക് പിരിഞ്ഞു. नारेबाजी करते हैं, मेजे ठोकते हैं, ये सदन की गरिमा के अनुकूल नहीं है. ഇടത് എംപിമാരായ ഡോക്ടർ ജോൺ ബട്ടാസ്, ഡോക്ടർ വി ശിവദാസൻ, എ റഹീം, പി സന്തോഷ് കുമാർ തുടങ്ങി മറ്റ് പ്രതിപക്ഷ സഖ്യ എംപിമാർ രാജ്യസഭയിൽ ബീഹാർ വോട്ടർ പട്ടികയിൽ ചർച്ച ആവശ്യപ്പെട്ട് ചട്ടം 267 പ്രകാരം നോട്ടീസ് നൽകിയിരുന്നു. വിഷയം ചർച്ച ചെയ്യാനാവില്ലെന്ന നിലപാട് സ്വീകരിച്ചതോടെ പ്രതിഷേധം രാജ്യസഭയെയും പ്രക്ഷുബ്ധമാക്കി. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷവും പ്രതിഷേധം തുടർന്നോടെ രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിതമായ രാജിയും ചർച്ചയെന്ന ആവശ്യം പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചർച്ച ചെയ്യാനാവില്ലെന്ന നിലപാടാണ് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് സ്വീകരിച്ചത്. ഇരു വിഷയങ്ങളിലും തുടർച്ചയായി 3-ാം ദിവസമാണ് പാർലമെന്റ് നടപടികളിൽ കടക്കാനാവാതെ പിരിയുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.